എന്തോ പറഞ്ഞു, എന്തോ തെറിയാണോന്ന് അറിയത്തില്ല. ഈ സൈഡ് മൊത്തം ഈ റോഡ് മൊത്തത്തില് പാറകളാണ്, ഒട്ടും ഉറപ്പില്ലാത്ത പാറകളാണ്. ഇതിനിടയ്ക്കൂടെ എവിടെന്നെങ്കിലും വെള്ളം തട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ തീർന്നു. ആ ഭാഗം മൊത്തത്തിൽ ഞങ്ങൾ 17 കിലോമീറ്റർ കവർ ചെയ്യാൻ 1 മണിക്കൂറാണ് എടുത്തത്. അതിനിടയ്ക്ക് തന്നെ ഭയങ്കര വെള്ളക്കെട്ടും ചെളി അമ്മായി ഐറ്റംസ്. പക്ഷെ ഇതൊന്നും അറിയാത്ത ഒരാളുണ്ട്. ഉറങ്ങിക്കഴിഞ്ഞ് കണ്ണു ഉറങ്ങുവാണ്. സിക്കിം യാത്രയിൽ അത്യാവശ്യമായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒരു ഡെസ്റ്റിനേഷനാണ് പെല്ലിങ് എന്ന് പറയുന്നത്. ശരിക്കും ഞങ്ങൾക്ക് അറിയാൻ വയ്യാതായിപ്പോയി ഇങ്ങനെ ഒരു ഡെസ്റ്റിനേഷനെ പറ്റി. അപ്പം നമ്മുടെ പ്ലാനുകളിൽ അവസാന നിമിഷം മാറ്റം വരുത്തിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പെല്ലിങ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വിസിറ്റിന് പോകാൻ പറ്റിയത് തന്നെ. അപ്പം നമ്മുടെ പെല്ലിങ് എന്ന് പറയുന്നത് സിക്കിമിൻ്റെ ഒരു സെക്കൻഡ് ക്യാപിറ്റൽ എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ 3 ദിവസം ആൾറെഡി നമ്മുടെ ഗാങ്ടോക്കിൽ റൂം ബുക്ക് ചെയ്ത് പോയി. പക്ഷേ ശരിക്കും ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യേണ്ടതായിരുന്നു. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. വെറുതെ അല്ല ഇതിനെ എൻ്റെ സെക്കൻഡ് ക്യാപിറ്റൽ എന്നൊക്കെ പറയാം. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മൾ സിക്കിമിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കാഞ്ചൻജംഗയാണ്. നമ്മൾ താമസിക്കുന്ന റൂമിനടുത്ത് തന്നെ താക്ഷി വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന വ്യൂ പോയിൻ്റ് ഉണ്ട് കാഞ്ചൻജംഗ കാണാനായിട്ട്. പക്ഷേ ഇന്ന് രാവിലെ നല്ല കോടയായിരുന്നു, അതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റിയില്ല. നമ്മൾ രാവിലെ ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ചോദിച്ചിരുന്നു, പോകുന്ന വഴിക്ക് ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്ന് പോയിട്ട് കാര്യമില്ല മക്കളെ എന്നാണ് അവിടെ ഉള്ളവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ദിവസം നമ്മൾ നാദില പോകാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ വഴിക്ക് നമുക്ക് എന്തായാലും കാഞ്ചനയെ കാണാൻ പറ്റും. നമുക്ക് ഉറപ്പായിരുന്നു ഈ പെല്ലിങ് പോകുന്ന വഴിക്ക് കാഞ്ചനയെ കാണാൻ പറ്റുന്നു. പക്ഷേ ഇന്നത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു അല്പം മൂടിക്കെട്ടി അവിടെ ഇവിടെയൊക്കെ മഴ പെയ്ത് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റോഡെന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയിലാണ്. ഒരല്പം പൊടിപടലോ മറ്റൊക്കെ ആയിരുന്നു നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഡ്രൈവ് ചെയ്യാനൊക്കെ തന്നെ. ഇടയ്ക്കിടയ്ക്ക് സ്ലിപ്പായി പോകുന്നുണ്ട്. വളരെ പാടാണ് നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട്. അപ്പം രാവങ്ങളിൽ നിന്നും പെല്ലിങ്ങിലോട്ടുള്ള റോഡ് എന്ന് പറയുന്നത് ഈ ഫ്ലഡിൽ ഫുള്ളി ഒലിച്ചു പോയിരിക്കുന്ന സംഭവമാണ്. നമ്മൾ BR വരെ ചേട്ടന്മാർ പറഞ്ഞത് ഒരു 1-1.5 വർഷം മാക്സിമം ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവർ ക്ലിയർ ചെയ്യുമെന്നാണ് പറഞ്ഞത്. കാരണം റോഡ് ഇടിങ്ങാണ്. വൺ സൈഡ് ട്രാഫിക് മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ റോഡായിരുന്നു, അതിനെ അവർ ഡബിൾ ചെയ്തിട്ട് വലിയ റോഡാക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് താമസങ്ങളുണ്ടാകും. അപ്പോൾ അതിൻ്റെ കൂടെ ഈ മഴയും കൂടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഡ്രൈവ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടില്ലേ, ഈ മുകളിൽ നിന്ന് ഷൂട്ടിംഗ് സ്റ്റോൺ എന്ന് പറയും, ഇതൊക്കെ താഴെ വീഴും. ആ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയാസ്, ഇതെല്ലാം കംപ്ലീറ്റ്ലി ലാൻഡ് സ്ലൈഡ് ഏരിയാസാണ്. മുകളിൽ നിന്ന് കംപ്ലീറ്റ്ലി ഒഴിഞ്ഞ് വന്നേക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല മഴയൊക്കെ ഉള്ളപ്പോഴത്തേക്ക് എന്താകും അവസ്ഥ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും 3 ദിവസം നമ്മൾ ഗാങ്ടോക്കിൽ സ്റ്റേ എടുക്കരുതായിരുന്നു. നമ്മൾ സിലിഗുരിയിൽ നിന്നും നേരെ പെല്ലിങ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് പെല്ലിങ്ങിൽ സ്റ്റേ ചെയ്യായിരുന്നു. കാരണം ഇവിടെ വെച്ച് നമുക്ക് കാഞ്ചൻജംഗയുടെ ഒരു അടിപൊളി വ്യൂ കിട്ടും. പക്ഷേ ഇന്നത്തെ ഒരു ക്ലൈമറ്റിൽ ഇത് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. അടച്ചുമൂടി നിൽക്കുകയാണ്, എപ്പോഴുള്ള മഴ പെയ്യുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ക്ലൈമറ്റിൽ നമുക്ക് മോശം സമയമായതുകൊണ്ടായിരിക്കാം നമുക്ക് ഇന്ന് വ്യൂ കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ നിങ്ങൾക്ക് വരരുത്. നേരെ പെല്ലിങ്ങിൽ വരിക, 1-2 ദിവസം പെല്ലിങ്ങിൽ താമസിക്കുക. കാരണം ഇതൊരു ഓഫ് ബീറ്റ് പ്ലേസാണ്. നമ്മുടെ കാഞ്ചൻജംഗ ട്രെക്കിങ്ങിൻ്റെ യുസ്കോം ട്രക്ക് എന്ന് പറയും. കാഞ്ചൻജംഗ ബേസ് ക്യാമ്പിലോട്ടുള്ള ട്രക്കാണ് യുസ്കോം ട്രക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് പെല്ലിങ്ങിലാണ്. അതുമാത്രമല്ല ഓഫ് ബീറ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും വരുന്നില്ല. ഒരുപാട് ടൂറിസ്റ്റുകളുടെ ബഹളമൊന്നും ഇല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പീസ്ഫുള്ളായിട്ട് അറ്റ്മോസ്ഫിയറൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ പെല്ലിങ് എന്ന് പറയുന്ന സ്ഥലം. രാവംഗ്ലയിൽ നിന്ന് ഞങ്ങൾ ആക്ച്വലി ഇവിടുത്തെ വഴിയുടെ കണ്ടീഷൻ ഒന്നും കൂടെ ചോദിച്ചതാണ്. അപ്പം ചോദിച്ചവരിലെല്ലാവരും പറഞ്ഞത് ഈ കൊച്ചിനെയും കൊണ്ട് ആ റൂട്ട് പോകണോ, അതും പ്രത്യേകിച്ച് ബൈക്കിലെന്ന് പലരും ചോദിച്ചാണ്. പക്ഷേ നമ്മൾ ഇത്രയും ദൂരം നമ്മളറിയാം, നമ്മൾ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് വന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു സ്ഥലം, പുതിയൊരു സ്ഥലം കൂടെ ആകുമ്പം പോകാമെന്ന് തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാണ്. പക്ഷേ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, നിങ്ങൾക്ക് കാണുമ്പോഴും ആ ഒരു വഴിയുടെ ആ ഒരു അവസ്ഥ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരു ചെറിയ ചാറ്റൽ മഴ പോലെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പലയിടത്തുനിന്ന് ഈ വെള്ളം ഒഴുകി വരുന്നതുകൂടെ കാരണം ഈ മണ്ണടിച്ചിട്ടിരിക്കുന്ന റോഡും ഈ ഇളകി വീണ് കിടക്കുന്ന സ്ഥലമെല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. ഒരു വലിയ വണ്ടി വന്ന് നമുക്ക് സ്ഥലമില്ല കൊടുക്കാൻ. അതിലുമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, നമുക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്, ഇപ്പം ഞങ്ങളുടെ കയ്യിൽ കുക്കിംഗ് ഐറ്റംസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് സർവൈവ് ചെയ്തിങ്ങനെ പോകാൻ പറ്റും. അല്ലാതെ വരുന്നവർക്ക് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് യാതൊരുവിധ ഫെസിലിറ്റിയും ഇതിനിടയ്ക്കൊന്നുമില്ല. കാരണം ഇവിടെ ആൾതാമസമേ ഇല്ല. ഈ റോഡ് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ജോലിക്കാർ പോലും പല സ്ഥലങ്ങളിൽ അവരിങ്ങനെ വേറെ ദൂര സ്ഥലങ്ങളിൽ താമസിച്ചിട്ട് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് വിടുകയാണ് ചെയ്യാറ്. അപ്പോൾ ഈ റോഡ് കണ്ടീഷൻ, ഈ ക്ലൈമറ്റിൻ്റെ ആ ഒരു സഡൻ ചേഞ്ച് ഉണ്ടാകുന്നത് കാരണം ഇപ്പം താൽക്കാലികമായിട്ട് ഈ പണിയും ഇവരിവിടെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, മുകളിൽ നിന്ന് വലിയ മല ഇടിഞ്ഞ്
തൂത്തുവാരി ഇങ്ങിപ്പോൾ നമ്മുടെ വയനാട്ടിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന അതേ സെയിം എഫക്റ്റാണ്. കാര്യം തന്നെയാണ് ഇവിടെ നടക്കുന്നതെങ്കിലും, പക്ഷെ നമ്മുടെ നാട്ടിലെ കൂട്ട് ഉറച്ച മണ്ണല്ല, പെട്ടെന്നാണ് ഒലിച്ചു പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരു വണ്ടി പോവുകയാണ്, അത് കാരണം നമുക്ക് ഫ്രണ്ടിലോട്ടുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ അധികം വിസിബിൾ അല്ല. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ശരിക്കും പേടിച്ചു പോയ ഒരു ദിവസമാണിത്. ഇവിടെയും കുറേ ചേട്ടന്മാരുണ്ട്, ഞങ്ങൾ അവരോടും ചോദിച്ചായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാവരും പിന്തിരിപ്പിക്കാൻ തന്നെയാണ് ശ്രമിച്ചത്. ആ ഒരു എന്തോ വലിയ മരമൊക്കെ വന്ന് കിടക്കുന്നതെന്ന് അറിയാമോ. പിന്നെ വന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ വലിയ ലഗേജ് ഇല്ലായിരുന്നു. ഈ ലഗേജ് ചില സമയത്ത് ഞങ്ങൾക്ക് നല്ല ഗുണം തോന്നിയിട്ടുണ്ട്. വണ്ടിക്കൊരു ചെറിയ നല്ലൊരു ഗ്രിപ്പ് ഭാരം കാരണം ഇങ്ങനെ കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം മൊത്തത്തിൽ എന്തോ ആയാലും ഞങ്ങളെന്തായാലും അവിടെ കണ്ടേ മടങ്ങൂ എന്നുള്ള വാശിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പെല്ലിങ് എത്തുമ്പോഴേക്കും മഴ ഏകദേശം പെയ്യുമെന്ന് ഉറപ്പായിരുന്നു. കാരണം നമ്മൾ ഗൂഗിൾ അമ്മച്ചിട്ട് നോക്കിയിരുന്നു, ഗൂഗിൾ വെതറൊക്കെ നോക്കിയിരുന്നു. അപ്പോഴും 1-2 മണിക്കൂറിനുള്ളിൽ ലൈറ്റ് ഡ്രിസിൽ പെല്ലിങ്ങിൽ ഉണ്ടാകുമെന്നാണ് നമ്മുടെ ഗൂഗിൾ അമ്മച്ചി കാണിച്ചത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഡ്രിസിലിന് മുമ്പ് പെല്ലിങ് പിടിക്കണമെന്നുള്ള പ്ലാനിൽ കൂടി നമ്മളിങ്ങനെ അടിച്ച് പറത്തിക്കൊണ്ടിരിക്കുകയാണ്. റോഡൊന്നും പ്രശ്നമില്ല, നമ്മൾ പറപ്പിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രാവംഗലിൽ നിന്നും നംചി എന്ന സ്ഥലം വഴി കവർ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. നംചിയിലോട്ടും റോഡ് ഇതുപോലെ തന്നെ അവസ്ഥയാണ്. പക്ഷേ നംചിയിൽ ഒരു സ്റ്റാച്ചു ഉണ്ട്, ശിവ സ്റ്റാച്ചു ഉണ്ട്. അതിനെ വിളിക്കുന്നത് നംചി ചാർധാം എന്നാണ്. അപ്പം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഹിന്ദു പിൽഗ്രിമേജ് സെൻറ്റർ കൂടിയാണ്. പക്ഷേ പ്രധാനപ്പെട്ട 12 ജ്യോതിർലിംഗങ്ങളുടെയും റെപ്ലിക്കാസ് അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ നംചി ചാർധാം എന്ന് പറയുന്നത്. അതും കൂടി ഈ ട്രിപ്പിൽ ഉൾപ്പെടുത്തണമെന്ന് നമുക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ റോഡാണ്. വ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ് ചുറ്റുമെല്ലാം തന്നെ. പക്ഷെ നമുക്ക് അത് നിർത്തി ഒന്ന് എൻജോയ് ചെയ്യാനുള്ള സമയമില്ലാണ്ടായിപ്പോയി. അപ്പം ഇതുവഴി യാത്ര പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഒരു ദിവസം പെല്ലിങ്ങിൽ സ്റ്റേ എടുക്കുക, അടുത്ത ദിവസം രാവംഗൽ വന്നിട്ട് അവിടെ സ്റ്റേ എടുക്കുക. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഈ നംചി എല്ലാം തന്നെ കവർ ചെയ്യാൻ പറ്റും. കാരണം ഈ ഏരിയസ് എല്ലാം തന്നെ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിടിലമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലാണ്. കാരണം സിക്കിം കുറച്ച് ടൂറിസത്തെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ എല്ലാത്തിനും കുറച്ച് വില കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഓഫ് ബീറ്റ് പ്ലേസസും കൂടി ആകുമ്പോഴത്തേക്കും കുറച്ച് എക്സ്പെൻസ് കൂടുതലായിരിക്കും. നമ്മൾ രാവംഗല റൂം ചോദിച്ചിരുന്നു. അവിടെയുള്ള ഒരാളുടെ റൂമിൻ്റെ റേറ്റൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് 2000 രൂപയ്ക്കാണ് അവർ പറഞ്ഞത്. അവിടെ സ്റ്റേയുടെ ഇതൊക്കെ കുറവാണ്. പെല്ലിങ്ങിൽ പക്ഷേ കുറച്ചുകൂടി ഉണ്ട്. കാരണം കുറച്ചുകൂടി ടൂറിസ്റ്റ് അധികം വരുന്ന സ്ഥലമാണ് പെല്ലിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് സ്റ്റേ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നമുക്ക് സ്റ്റേ എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ഈ സ്ഥലമെല്ലാം കണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും. പക്ഷേ നമുക്ക് അങ്ങോട്ട് സാഹചര്യം ഇല്ലാണ്ടായിപ്പോയി. നമ്മൾ ഫുള്ള് റൈഡ് മാത്രമായിപ്പോയി. അപ്പോൾ റൈഡിനിടയ്ക്കോട്ട് നമ്മൾ ഇടയ്ക്ക് നിർത്തിയ സ്ഥലങ്ങൾ കാണുന്നുണ്ടെങ്കിലും നമുക്ക് ഫുള്ളി അങ്ങോട്ട് ആ ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ റോഡിൻ്റെ അവസ്ഥ ഇത് ഭയങ്കര ഭയാനകമായിട്ടുള്ളതാണ്. സത്യത്തിൽ ഇവിടുന്ന് കടന്ന് കിട്ടിയാൽ മതി എന്നുള്ള ചിന്ത മാത്രമായിപ്പോയി ഞങ്ങൾക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ സഹായത്തിന് വിളിക്കാൻ പോലും ഇല്ല. അതാണ് പ്രശ്നം. നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പെട്ടുപോയി കഴിഞ്ഞാലേ വലിയ ബുദ്ധിമുട്ടാണ്. അതായത് നമ്മുടെ ഈ റോഡിൽ കൂടി കുറച്ച് പേർ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ചെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ചെയിൻ ടൈപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ വെള്ളം അടിച്ച് കയറും, മണ്ണടിച്ച് കയറും, സൗണ്ട് ആയി തുടങ്ങും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഈ ചെയിനകത്ത് സൗണ്ട് കയറുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നിമിഷമാണ് ഇവിടെ കാലാവസ്ഥ മാറുന്നതെന്ന് അറിയാൻ പറ്റില്ല. പെട്ടെന്നാണ് കയറി ഇരുട്ടാവുന്നതും അതുപോലെ തന്നെ അല്ലെങ്കിൽ മഞ്ഞ് കയറി മൂടുന്നതും. ഇതിപ്പോൾ കാലാവസ്ഥ ഇങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഭയങ്കര കട്ട തണുപ്പാണ്. ഞങ്ങളെല്ലാം ജാക്കറ്റൊക്കെ ഇട്ട് പൊതിഞ്ഞിരിക്കണം, ഭയങ്കര തണുപ്പാണ്. ഞങ്ങളിങ്ങനെ പോകുമ്പോഴും മേളിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ കട്ടകൾ ഇങ്ങനെ ഇടിഞ്ഞ് വീണുകൊണ്ടേ ഇരിക്കുന്നത് നമുക്ക് കാണാം. കാരണം ഒരു വലിയ വണ്ടി പോവുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് മൂലം ചെറിയൊരു വൈബ്രേഷൻ മതി മുകളിൽ നിന്ന് ഇങ്ങനെ മണ്ണ് ഇടിഞ്ഞ് വീഴാനായിട്ട്. ഈ റോഡൊക്കെ ഇന്ന് ഏത് കാലത്ത് പണിഞ്ഞ് തീരുമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഹൈവേ ആയിട്ടാണ് ഞങ്ങൾക്ക് കാണിക്കുന്നത്. ഭയങ്കര നാരമാണ്. റൈറ്റ് സൈഡ് ഒരിക്കലും നമുക്ക് അങ്ങോട്ടേക്ക് എടുക്കാനേ പറ്റില്ല. കാരണം അടിയിൽ മണ്ണില്ല, ഇടിഞ്ഞ് നമ്മൾ മൊത്തം, കാരണം നമ്മൾ അത്രയും വെയിറ്റ് കൂടല്ലേ ചെല്ലുന്നത്. പക്ഷേ ഇവിടുത്തെ വ്യൂ എൻ്റെ ദൈവമേ എന്തോ പറയാ, കണ്ട് നിൽക്കാൻ തോന്നും. പക്ഷേ നേരം നിന്നാൽ നമ്മൾ മേലോട്ടല്ല ഇടിഞ്ഞ് താഴോട്ടായിരിക്കും പോകുന്നത്. ഈ നമ്മുടെ ബൈക്കിനകത്തേക്ക് കുറച്ച് നേരത്തേക്ക് ഇങ്ങനത്തെ മഡിയായിട്ടുള്ള റോഡിൽ പോയി കഴിഞ്ഞാൽ ബ്രേക്ക് പാഡിനിടയ്ക്കൊക്കെ മണ്ണ് കയറും. അപ്പം അങ്ങനെ മണ്ണ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കിംഗ് കിട്ടുന്നുണ്ടാവും. അപ്പം ഈ ബൈക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസിക്കാണ്, റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 ആണ്.
അപ്പം ഈ ബൈക്കിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സിലിണ്ടറും അടിയിലാണ്, ബ്രേക്കിൻ്റെ സിലിണ്ടറും അടിയിലാണ് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് എവിടെയെങ്കിലും ഒരു കല്ല് ഇളകി കിടന്നു കഴിഞ്ഞാൽ അതിനകത്ത് ബ്രേക്ക് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക് പാഡ് മൊത്തത്തിൽ പോകും. അങ്ങനെ ഇടയ്ക്ക് എവിടെയോ തട്ടി, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കാണ് ബ്രേക്ക് കിട്ടുന്നത്. ചിലപ്പം ബ്രേക്ക് കിട്ടും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതും തണുക്കും, അതിന് ശേഷമായിരിക്കും ബ്രേക്ക് പിന്നെയും കിട്ടുക. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു ബ്രേക്കിങ്ങിൻ്റെ ഇഷ്യൂസ് നമുക്ക് വരുന്നതുകൊണ്ട് തന്നെ അധികം നമുക്ക് അങ്ങോട്ട് പ്രസ് ചെയ്ത് ചവിട്ടി വിടാനും പറ്റാത്തൊരവസ്ഥയാണിപ്പോൾ. കിലോമീറ്ററുകളോളം ആണ് ഇപ്പം ഞങ്ങൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും ഒരു കടയോ ഒരു വീടോ ഒരു മനുഷ്യനെയോ നിങ്ങൾ കണ്ടോ? ഇതുപോലെയൊക്കെയുള്ള റോഡ് കൺസ്ട്രക്ഷന് വേണ്ടി വന്ന് കിടക്കുന്ന ആളുകളാണ്. ഇവർക്കുള്ള ഫുഡ് എവിടെയെങ്കിലും ഇവർ ഒരു ടെൻറ്റ് പോലെ അടിച്ച് വെച്ചിട്ട് ഇവർക്കെല്ലാം കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യാറ്, അല്ലാതെ അവിടെ വെക്കുകയല്ല ചെയ്യുന്നത്. കാരണം ആരും ആ സ്ഥലത്ത് തങ്ങത്തില്ല ഒരുപാട് നേരം. അതും പ്രത്യേകിച്ച് ചെറിയൊരു മഴക്കോള് കണ്ട ആ ഭാഗത്തേക്ക് പണിയാൻ പോലും വരത്തില്ലെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ള പ്ലേസസ് ആണ്. പക്ഷേ എല്ലാം പോയി, മുഴുവനും പോയി. നമുക്ക് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒരുപോലെ കാണാം. ഇവിടെയൊക്കെ ആളുകൾ താമസിച്ചിടമാണ്. ഇപ്പോൾ എല്ലാവരും അവിടുന്ന് പെട്ടിയും കിടക്കയൊക്കെ പറക്കി പോയിരിക്കുകയാണ്. ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. ഷെയർ ടാക്സി വിളിച്ചാൽ വരത്തില്ല. കാരണം വരത്തില്ല, ജീവനിപ്പടിയുള്ളവരാരും വരത്തില്ല. അതാണ് പ്രശ്നം. പിന്നെ എന്ന് പറയാനായിട്ട് നമ്മൾ വീണ്ടും പറയാണ്, കാണാൻ അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഒരിക്കലും ഇവിടെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഇൻ കേസ് ഒന്ന് വന്നാൽ ഒരു പെട്രോൾ പമ്പ് കൂടിയില്ല. ഇങ്ങനെ ഒരു ഓഫ് റോഡൊക്കെ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ഇങ്ങനെയാണ് പെട്രോൾ കത്തി തീരുകയാണ് ചെയ്യുന്നത്, നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അപ്പം മുന്നോട്ടേക്കുണ്ട്. വീഡിയോ നിങ്ങളിങ്ങനെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുമെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. ചെറുതായിട്ട് മഴ ചാറി തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നല്ലൊരു ഡ്രൈവിന് ശേഷം പെല്ലിങ് എത്തിയിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്, റോഡിലോട്ട് നോക്കി അറിയാം. അപ്പോൾ നമ്മൾ പെല്ലിങ്ങിൻ്റെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് ബാക്കിൽ കാണുന്ന അതാണ് സംഭവം. അതിന് സ്കൈ വാക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ പോയിട്ട് നോക്കണം, എങ്ങനെയാണ് പരിപാടികളെന്ന് നോക്കണം. കണ്ണു മോളിപ്പാം എന്താ പറയുന്നു? കുറേ സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പ് നടന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ സ്കൈ വാക്കിലെത്താൻ പറ്റും. എന്നിട്ട് നമുക്ക് റൗണ്ട് അടിക്കാം. അതാണ് പരിപാടി. ഇതിൻ്റെ ബാക്കിൽ ബുദ്ധ പ്രതിമയൊക്കെ ഉണ്ട്. നോക്കാം മുകളിൽ കയറി. ആദ്യമായിട്ടാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടി നടക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ രസമുണ്ട്. ഈ മഴ പെയ്തുകൊണ്ടുള്ള പേടിയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ താഴെ വിടാത്തത്. ഇൻ കേസ് എങ്ങനെയാണ് സ്ലിപ്പായി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒഴിച്ച് വീഴും. അതുകൊണ്ടാണ് നമുക്കിവിടെ റിസ്ക് എടുക്കാൻ പറ്റാത്തത്. മഴ പെയ്തുകൊണ്ട് തെറ്റിലുണ്ടെന്നാണ് ഇപ്പോൾ നമ്മുടെ പോലീസുകാരൻ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ സൂക്ഷിച്ചേ പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജുകൾ വീഴുന്ന വെള്ളമൊക്കെ അതേ അവിടെ ആളുണ്ട്. അന്നേരം അടിച്ച് ഒക്കെ കളയുന്നുണ്ട്. കണ്ടോ, നല്ല സ്ലിപ്പറിയാണ് സംഭവം. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്, നല്ല ക്ലിയർ ഗ്ലാസ് ആണ്. വെള്ളം വീണ് കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. കാണിച്ച് പെല്ലിങ്ങിൻ്റെ ഇഗ്നറി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ശരിക്കും നമ്മുടെ പ്ലാനകത്ത് പെല്ലിങ് ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് പെല്ലിങ് വരുന്നത്. നോർത്ത് ക്ലോസ് ആയതുകൊണ്ട് ഞാൻ എഴുതിയിട്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ സ്കൈ വാക്ക് ഉണ്ട്, പിന്നെ ഓറഞ്ച് ഗാർഡൻ ഉണ്ട്, റിംബി വാട്ടർഫാൾസ്, ഒരു കച്ച്പരി ലേക്ക്, പിന്നെ ഒരു സിങ് ഷോർ ബ്രിഡ്ജ്, അങ്ങനെ ഒരു 3-4 അട്രാക്ഷൻസ് നമ്മുടെ പെല്ലിങ്ങിൽ തന്നെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഇഗ്നറിക്കകത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് എല്ലാം കൂടെ കവർ ചെയ്യാനുള്ള സ്ഥലമില്ല. അപ്പോൾ നമുക്ക് ആകെ ഉള്ളൊരു സമയം എന്ന് പറയുന്നത് ഈ സ്കൈ വാക്ക് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. പെല്ലിങ്ങിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു സ്കൈ വാക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് കണ്ടിട്ട് നേരെ തിരിച്ച് റൂമിലേക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. കണ്ണു വാ, നമുക്ക് പോവാം. ഈ സ്കൈ വാക്ക് ഇത്രയും ഫേമസ് ആവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്കൈ വാക്കിൽ നിന്നാൽ കാഞ്ചൻജംഗ നല്ലതുപോലെ കാണാൻ പറ്റും. അത് നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഇവിടെ നിന്നാൽ. പക്ഷേ ഇന്ന് നിർഭാഗ്യം എന്ന് പറയട്ടെ, മഴയുടെ ഇത് കാരണം നമുക്കിവിടെ നിന്നുകൊണ്ട് അത് വിസിബിൾ അല്ല. പക്ഷേ ഞങ്ങൾ നാളെ നാദിൽ കയറുമ്പോൾ അത് കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ക്ലൈമറ്റ് ഇങ്ങനെയാണെങ്കിൽ അവിടെയും ഞങ്ങളത് മിസ് ചെയ്യും. എന്തായാലും ഞങ്ങൾ എന്താ ഭാഗ്യം എന്താണെന്നൊന്നും അറിയില്ല, കാണാൻ പറ്റുമായിരിക്കും. അപ്പം നമ്മുടെ റാവങ്ല പോലെ ഇവിടെയും കയറാനായിട്ട് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അപ്പം ഞാനിങ്ങനെ കയറണോ വേണ്ടായോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുകയായിരുന്നു.
അപ്പോൾ ഈ കയറാനുള്ള മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമുക്ക് ഈ ഒരു AMS പോലെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് ഒരുപാട് ഇങ്ങനെ പെട്ടെന്ന് നടന്ന് കയറാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കിങ്ങനെ ശ്വസിക്കുന്നതിൽ അതറിയാൻ പറ്റും. അതുകൊണ്ടാണ് വേണ്ടാന്ന് പറഞ്ഞത്. പക്ഷേ എന്നാലും കയറിയില്ലായിരുന്നെങ്കിൽ മിസ്സായേനെ എന്ന് പിന്നീട് എനിക്ക് തോന്നി. കാരണം എന്താ പറയുക, ഹൈറ്റിലോട്ട് കയറും തോറും ഭയങ്കര വ്യത്യസ്തമായ കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ റാവങ്ല കണ്ടതുപോലെ, ആ ഒരു ബുദ്ധ പാർക്ക് കണ്ടതുപോലെയല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ വളരെ വ്യത്യസ്തം, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സീനറീസും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെയുള്ളത്. എവിടെ ചെന്നാൽ ഈ സാധനം കറക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. ആ പിന്നെ എപ്പോൾ പൊളിത്തത് തന്നെ. കറങ്ങട്ടെ കറങ്ങട്ടെ. അതിന്റെ കൂടെ നടന്നോ. അങ്ങനെ നടക്കട്ടെ. വരട്ടെ. എന്താ ഇതുവരെയും വന്നില്ലല്ലോ. മൈര ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെ കറക്കണം എന്ന് തന്നെ. ഇത് ബുദ്ധ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. അതിനകത്ത് ഓം മണി പത്മേ ഹോം, അവരുടെ പ്രാർത്ഥനാ വാക്യങ്ങളും മറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓം മണി പത്മേ ഹോം. അപ്പോൾ നമ്മൾ സ്കൈ വാക്കിൽ നിന്നും ഇറങ്ങി അതിൻ്റെ ഉള്ളിലെ ആ ഒരു വിഗ്രഹത്തിനകത്ത് നമുക്ക് വീഡിയോയൊക്കെ ഒന്നും അലൗഡല്ല. സെയിം സ്ട്രക്ചർ നമ്മൾ റാവങ്ലയിൽ കണ്ട അതേ സ്ട്രക്ചർ ആയിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ആൾമോസ്റ്റ് ഒരു ടൂറിസ്റ്റ് പർപ്പസിന് വേണ്ടി മാത്രമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഉള്ളു കാണാം. അതിന്റെ കുറച്ചുകൂടി അതിന്റെ മ്യൂറൽസ് തന്നെ ഭയങ്കര ഇവിടുത്തെ മ്യൂറൽസ് ഒന്നും അത്രയ്ക്കില്ല. ഇതിനകത്തും ഈ സ്പൈറലായിട്ട് നമുക്ക് കയറാൻ പറ്റും. പക്ഷെ ആ ഡോറെല്ലാം ആ വഴികളെല്ലാം തന്നെ അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കയറാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് വരാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതല്ല, ഇതിൻ്റെ വ്യൂ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സ്കൈ വാക്ക് കിട്ടിലായിട്ടാണ്. ശരിക്കും ആ ഒരു വ്യൂ ആണ് ഇതിനെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആക്കി മാറ്റുന്നത്. ഒരു ചെറിയ സ്ഥലമാണ് നമ്മുടെ വെസ്റ്റ് സിക്കിമിലുള്ള ഒരു ചെറിയൊരു വില്ലേജാണ്. ഇങ്ങോട്ട് ഒരാളുടെ വഴിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, വളരെ ദുരന്തമായിട്ടുള്ള വഴികളൊക്കെയാണ്. പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. നടന്നു കഴിയുമ്പോഴത്തേക്കും കിടിലമായിരിക്കാം. നാഷണൽ ഇവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും സംഭവം കിടിലമാണ്. വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. സിക്കിമിൻ്റെ അടുത്തൊരു ദിവസം നമ്മൾ ഈ ഒരു ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടെ പോകേണ്ട, ഒരു 3 മണിക്കൂർ റൈഡ് ചെയ്യാനുണ്ട്. ഏകദേശം ഒരു 3 മണിയാകുന്നു. ഇനി പെട്ടെന്ന് സന്ധ്യയാവും. അതുകൊണ്ട് നമ്മൾ ക്യാമറയൊക്കെ അടച്ചു വെച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ പിടിക്കാനാണ് നോക്കുന്നത്. ചെറിയ മഴയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാളത്തെ നാദില വീഡിയോയിൽ കാണാം.